ഒരു കദം മുന്നിലേക്ക്, 2 കദം പിന്നിലേക്ക്. ഇത് കേരളത്തിലെ BJPയുടെ കഥ. ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തി എന്താണ്? അതിരുകളില്ലാത്ത ഫണ്ടാണോ, കോർപ്പറേറ്റ് തലത്തിലുള്ള മാനേജ്മെന്റ് ആണോ, അതോ ഡൽഹിയിലെ വൻ ശക്തികളുടെ പിൻബലമാണോ? ഇതൊന്നുമല്ല. ഒരു രാഷ്ട്രസ്നേഹിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാന പ്രവർത്തകന്റെ നെഞ്ചിലെ തീയാണ് ആ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ഇന്ധനം. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ ആ തൊണ്ടയിൽ നിന്നും ഉയരുന്ന ശബ്ദത്തിന്റെ ആത്മാർത്ഥതയാണ് അതിൻ്റെ അടിത്തറ. പക്ഷെ ആ ആത്മാർത്ഥതയ്ക്ക് വിലയിടുകയാണെങ്കിൽ ചോരയും നീരും നൽകി ഒരു പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയ സാധാരണക്കാരായ പ്രവർത്തകർ ഇന്ന് സ്വന്തം ചോര തുപ്പുന്ന കാഴ്ച കണ്ടിട്ടും നേതാക്കൾ അത് കണ്ടില്ലെന്ന് നടുക്കുകയാണെങ്കിലോ? കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും BJPയുടെയും അടിത്തറ ഇന്ന് അതിശക്തമായി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് എതിരാളികളുടെ ആക്രമണം കൊണ്ടൊന്നുമല്ല, മറിച്ച് സ്വന്തം ഉള്ളിൽ നിന്നുള്ള നിശബ്ദമായ ചോർച്ച കൊണ്ടാണ്. പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ ആയിരക്കണക്കിന് നിസ്വാർത്ഥ പ്രവർത്തകരുടെ കണ്ണീരും നിരാശയുമാണ് ഇന്ന് കേരള BJPയെ വിഴുങ്ങുന്നത്. എന്താണ് ഇന്ന് കേരള BJPയിൽ സംഭവിക്കുന്നത്? ദേശീയതയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും ഈ പാർട്ടി എങ്ങനെയാണ് വഴിമാറിപ്പോകുന്നത്? എന്തുകൊണ്ട് കഴിവുള്ളവർ അവഗണിക്കപ്പെടുന്നു? ഈ ചോദ്യങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത അങ്ങേയറ്റം കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഇത് വെറും ഒരു രാഷ്ട്രീയ വിമർശനമൊന്നുമല്ല, പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ശസ്ത്രക്രിയ തന്നെയാണ്. ഒരു കാര്യത്തിൽ എന്തായാലും നമുക്ക് സംശയമൊന്നുമില്ല, ഈ രാജ്യത്തിൻ്റെ പരമാധികാരവും സംസ്കാരവും സംരക്ഷിക്കാൻ സാംസ്കാരിക ദേശീയതയുടെ പതാക ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് കോടിക്കണക്കിന് ആളുകൾ സംഘപരിവാർ രാഷ്ട്രീയത്തോട് അടുത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ ആകൃഷ്ടരായത് എന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കേരളം പോലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന, ഒപ്പം തീവ്രവാദ ആശയങ്ങൾ വേരൂന്നാൻ ശ്രമിക്കുന്ന ഒരു മണ്ണിൽ ഭാരതീയത എന്നുറക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇവിടെ BJPയുടെ പതാക പിടിച്ചവർ സുഖസൗകര്യങ്ങൾ ആഗ്രഹിച്ച് വന്നവരാരുമല്ല. അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടില്ല, കരാറുകൾ കിട്ടിയിട്ടില്ല, ക്വട്ടേഷൻ പണികൾ കിട്ടിയില്ല. പകരം അവർക്ക് കിട്ടിയത് എതിരാളികളുടെ വെട്ടുകളും കുത്തുകളുമാണ്, കേസുകളാണ്, സാമ്പത്തിക തകർച്ചയാണ്, വീട്ടുകാരുടെ കണ്ണീരാണ്. ചുമരിൽ പോസ്റ്റർ ഒട്ടിച്ചതിനും പ്രകടനത്തിന് മുദ്രാവാക്യം വിളിച്ചതിനും ബലിദാനികളാകേണ്ടി വന്ന നൂറുകണക്കിന് സ്വയം സേവകരുടെയും BJPയിലെ ചില നേതാക്കളുടെയും ചോരയിലാണ് കേരളത്തിലെ ദേശീയ രാഷ്ട്രീയം കെട്ടിപ്പടുത്തത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരുടെ ലക്ഷ്യം അധികാരമൊന്നും ആയിരുന്നില്ല, മറിച്ച് സനാതനധർമ്മത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സംരക്ഷണമായിരുന്നു. ഈ നിസ്വാർത്ഥമായ ആത്മാർത്ഥത തന്നെയാണ് ദേശീയതയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ആ ബലക്ഷയത്തിന് ആരാണ് ഉത്തരവാദി? തീവ്രമായ ആശയങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു പാർട്ടിയിൽ ഇന്ന് ഗോഡ് ഫാദർമാർ ഉണ്ടെങ്കിൽ മാത്രം ഭാരവാഹികളാകാമെന്ന അവസ്ഥ വന്നാൽ അതിൽ പരം വലിയ ദുരന്തം വേറെ എന്താണുള്ളത്? ഇന്ന് കേരള BJPയിൽ സംഭവിക്കുന്നത് ഇതാണ്. ദശാബ്ദങ്ങളായി താഴെത്തട്ടിൽ പണിയെടുത്ത കഴിവുറ്റ പ്രവർത്തകരെ പൂർണ്ണമായും അവഗണിക്കുന്നു. പകരം ഏതെങ്കിലും സംസ്ഥാന നേതാവിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പ്രമുഖരുടെയോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് നിന്നുകൊടുക്കുന്നവർക്ക് ഉയർന്ന സ്ഥാനങ്ങൾ വെള്ളിത്താലത്തിൽ വെച്ച് നൽകുകയാണ്. മറ്റിതര ഗ്രൂപ്പുകളിൽ നിന്നോ പാർട്ടികളിൽ നിന്നോ തലേന്ന് ചാടി വരുന്നവർക്ക് പിറ്റേന്ന് തന്നെ വലിയ ഭാരവാഹിത്വങ്ങൾ നൽകുന്നുണ്ട്. വർഷങ്ങളായി കല്ലും കടിയും തിന്ന് പാർട്ടിയിൽ നിലയുറപ്പിച്ച സാധാരണക്കാരനായ പ്രവർത്തകൻ ഇവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഗതികേടാണ് വരുന്നത്. നേതൃത്വത്തോടുള്ള വ്യക്തിപരമായ അടുപ്പവും നേതാക്കളുടെ അഹന്തയ്ക്ക് മുന്നിൽ തലകുനിക്കുന്നതുമാണ് ഇന്ന് സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡം. കഴിവ്, ജനസമ്മതി, പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥത, രാഷ്ട്രീയ വീക്ഷണം എന്നിവയൊക്കെ പാടെ തള്ളിക്കളയപ്പെടുകയാണ്. ഇതിനെ കോമാളികളി എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് വിളിക്കുക? പ്രസ്ഥാനത്തെ വിറ്റ് കാശാക്കുന്ന കുറച്ചുപേരുടെ അഹങ്കാരത്തിന് ഇരയാകുന്നത് ഒരു തലമുറയുടെ രാഷ്ട്രീയ ഭാവി തന്നെയാണ്. ഒരു പ്രവർത്തകൻ പ്രസ്ഥാനത്തിൽ നിന്നും അകന്നു പോകുന്നത് എങ്ങനെയാണ്? അവൻ പത്രസമ്മേളനം വിളിച്ച് പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിക്കുമോ? ഇല്ല. അവൻ ചാനൽ ചർച്ചകളിൽ വന്ന് മാതൃസംഘടനയെ തെറിവിളിക്കുമോ? അതുമില്ല. യഥാർത്ഥ സമർപ്പിതനായ ഒരു പ്രവർത്തകൻ ഒരിക്കലും സ്വന്തം പ്രസ്ഥാനത്തെ പരസ്യമായി ഒറ്റുകൊടുക്കില്ല. അവൻ അച്ചടക്കത്തിൻ്റെ പേരിൽ മിണ്ടാതിരിക്കും. പക്ഷെ അവൻ്റെ മനസ്സ് പതിയെ ജഡത്വത്തിലേക്ക് മാറും. കഴിഞ്ഞ ദിവസം വരെ പോസ്റ്റർ ഒട്ടിക്കാൻ മുന്നിൽ നിന്നവൻ നാളെ വീട്ടിലിരിക്കും. കഴിഞ്ഞ ദിവസം വരെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ രാജ്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവൻ നാളെ മൗനം പാലിക്കും. കഴിഞ്ഞ ദിവസം വരെ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സ്വന്തം ജോലി പോലും മാറ്റിവെച്ച് ഓടി നടന്നവൻ നാളെ എന്ത് സംഭവിച്ചാലും എനിക്കെന്ത് തന്നെ എന്ന നിരാശയുടെ തമോഗർത്തത്തിലേക്ക് വീണുപോകും. ഇതാണ് ഏറ്റവും വലിയ അപകടം. എതിരാളികളായ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ തകർക്കുന്നതിനേക്കാൾ ഏറ്റവും വേഗത്തിലാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ നെഞ്ചിലെ ഈ നിരാശ പാർട്ടിയുടെ അടിത്തറ തിന്നു തീർക്കുന്നത്.
പണത്തിൻ്റെ മഞ്ഞളിപ്പിൽ നിൽക്കുന്ന നേതൃത്വത്തിന് ഈ നിശബ്ദ വിപ്ലവം അത് കാണാൻ സാധിക്കില്ല. അത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ BJPയുടെ തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊരു വ്യക്തമായ ചിത്രമായി നമ്മുടെ മുന്നിലെത്തും. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം ചൂണ്ടിക്കാട്ടി ഈ അഴുകിയ വ്യവസ്ഥിതിയെ മറച്ചു വെക്കാൻ നേതൃത്വത്തിന് സാധിക്കില്ല. തൃശ്ശൂരിൽ ജയിച്ചത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ജനപ്രീതിയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അതിൽ നിന്നടക്കം കിട്ടിയ പിന്തുണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയവും കൊണ്ട് മാത്രമാണ്. അല്ലാതെ കേരളത്തിലെ BJP സംഘടനാ സംവിധാനത്തിൻ്റെ മിടുക്കുകൊണ്ട് മാത്രം നേടിയ വിജയമല്ല അത്. അപ്പോഴും നമ്മൾ ചിന്തിക്കണം, തൃശ്ശൂർ ഒഴികെയുള്ള മറ്റ് 19 ലോക്സഭാ മണ്ഡലങ്ങളിലും 140 നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ അവസ്ഥ എന്താണെന്ന്. ഇന്ന് 3 സ്ഥലങ്ങളിൽ ജയിച്ചു, അതായത് നേമത്ത് ജയിച്ച അക്കൗണ്ട് അവർ തുറന്നിരിക്കുന്നു. അതുപോലെ പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുത്തനെ മുകളിലേക്ക് ചെറിയ തോതിലെങ്കിലും കയറി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ കഴിയാത്ത ദയനീയ അവസ്ഥ വന്നു. എങ്കിലും തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കി. വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത് പോരാടിയിൽ കുറഞ്ഞത് 15ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നടത്താൻ ശേഷിയുള്ള പ്രവർത്തകരുള്ള നാടാണ് കേരളം എന്നുകൂടി ഓർക്കണം. എന്നിട്ടും പാർട്ടി തോറ്റമ്പുന്നത് എന്തുകൊണ്ടാണ്? 3 സീറ്റ് മാത്രമല്ല BJPക്ക് അർഹതായത്. അതായത് ആദ്യം സംഭവിക്കുന്നത് സ്വന്തം പ്രവർത്തകരുടെ മനസ്സിലാണ് ഈ തകർച്ച. സ്വന്തം പ്രവർത്തകരെ ആവേശഭരിതരാക്കാൻ കഴിയാത്ത, അവരെ വിശ്വാസത്തിലെടുക്കാത്തൊരു പാർട്ടിക്ക് പൊതുജനങ്ങളെ എങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കും? ദേശീയത സംസാരിക്കുകയും എന്നാൽ ഉള്ളിൽ കച്ചവട മനോഭാവം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നേതാക്കൾ ഇന്ന് കേരളത്തിലെ പാർട്ടിയെ വിഴുങ്ങിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് കോഴ ആരോപണം, കുഴൽപ്പണ ആരോപണങ്ങൾ, പാർട്ടി ഫണ്ടുകളിലെ ക്രമക്കേടുകൾ, വോട്ട് കച്ചവട ആരോപണങ്ങൾ, ഇങ്ങനെ പാർട്ടിയെ നാണം കെടുത്തുന്ന തരത്തിലുള്ള സംഭവങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർ ഇപ്പോഴും നേതൃസ്ഥാനങ്ങളിൽ സുരക്ഷിതരാണ്. അതേസമയം ഈ അഴിമതികൾക്കെതിരെയും അനീതിക്കെതിരെയും ശബ്ദമുയർത്തുന്ന നിസ്വാർത്ഥരായി പ്രവർത്തകർ പുറത്തുമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ അഴിമതികൾക്കെതിരെ പ്രസംഗിക്കാൻ BJP നേതാക്കൾ സ്റ്റേജിൽ കയറുമ്പോൾ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യമോ, നിങ്ങളുടെ ഉള്ളിലെ എന്താണ് നടക്കുന്നത് എന്നതാണ്. സ്വന്തം അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി BJP മാറിയാൽ സാംസ്കാരിക ദേശീയത എന്ന് പറയുമ്പോൾ ജനങ്ങൾ പുച്ഛിച്ച് ചിരിക്കും. ആ പുച്ഛം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പാവപ്പെട്ട അണികളാണ്. ചിതൽ പിടിച്ചൊരു മരത്തിൻ്റെ പുറന്തോട് എത്ര തിളക്കമുള്ളതാണെങ്കിലും ഒരു ചെറിയ കാറ്റിൽ അത് കടപുഴകി വീഴും. കേരളത്തിലെ BJPയുടെ അടിത്തറയിൽ നിന്ന് ചിതലുകൾ കയറിയിട്ടുണ്ട്. എന്നാൽ സമയം വൈകിയിട്ടില്ല. ഇനി പറയുന്ന തിരുത്തലുകൾ വരുത്തിയാൽ ഈ പ്രസ്ഥാനത്തിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നത് തീർച്ചയാണ്. 1, ഗ്രൂപ്പ് അധിഷ്ഠിത നിയമങ്ങൾ അവസാനിപ്പിക്കുക. ഗോഡ്ഫാദർമാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആളുകളെ തിരികെ കയറ്റുന്നത് അത് അവസാനിപ്പിക്കണം. കൂടാതെ പ്രവർത്തകരുടെ ശബ്ദം കേൾക്കാൻ തയ്യാറാകണം. താഴെ തട്ടിലുള്ള സാധാരണക്കാരായ പ്രവർത്തകർക്ക് പറയാനുള്ളത് കേൾക്കാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടണം. തീർന്നില്ല, കഴിവുള്ളവരെയും സ്വീകാര്യതയുള്ളവരെയും മുന്നിൽ നിർത്തുക. പൊതുസമൂഹത്തിൽ പറ്റിപ്പുകാരല്ലാത്ത ആത്മാർത്ഥതയും കഴിവുമുള്ള വ്യക്തികളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക. അഴിമതിക്കാരെ പുറത്താക്കുക. പാർട്ടിയുടെ പേരിൽ കച്ചവടം നടത്തുന്ന നേതാക്കളെ അതെത്ര വലിയ പദവിയിലിരിക്കുന്ന ആളായാലും വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ദേശീയതയെ ബിസിനസ് ആക്കാതിരിക്കുക. ഭാരതാംബയുടെ പേരും പറഞ്ഞ് സ്വന്തം കീശ വീർപ്പിക്കുന്ന കപട ദേശീയവാദികളെ തിരിച്ചറിയുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ BJP കേരളത്തിലുള്ള നേതൃത്വം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അതെല്ലാം നിർദ്ദേശങ്ങളെല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.